ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വണ്ടി ടൂ വീലർ ടൗണിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ടൂ വീലർ ടൗണിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ട്രാഫിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ അതായത് പേടിക്കാതെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കുറേ പേർക്കുള്ള ഒരു പേടിയാണ്, എന്താ പറയുക, ടൂ വീലർ ഓടിക്കാൻ പഠിച്ചിട്ടും നമുക്ക് ടൗണിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമല്ല, അതിൽ കമൻറ്റും കുറേ പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോവും. പിന്നെ അത് മാത്രമല്ല, അവർ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതെന്ന് അറിയോ, ടൗൺ എത്തുന്നതിന് മുമ്പേ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ നടന്നു പോകുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അതിനുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒന്നും പേടിക്കരുത്. പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ കുറച്ച് സൈഡിലായിട്ട്, അതായത് നന്ന സൈഡിലല്ല എന്നാലും സൈഡിലായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചോട്ട് പോവുക, സ്ലോയിൽ പോവുക കേട്ടോ. ബാക്ക് സൈഡിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന സ്പീഡിൽ, അതായത് സ്പീഡല്ല സ്ലോയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് പോവാം. ആരുടെയും പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ നിന്നവർ വേണമെങ്കിൽ പാസ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നിങ്ങളതൊന്നും നോക്കണ്ട. ഇതിപ്പോൾ ഞാൻ ട്രാഫിക്കിലേക്ക് എൻട്രി ചെയ്യുവാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, അപ്പുറത്തെ ഇപ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ല കേട്ടോ. നമ്മളിവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, അതെന്തോ കേടായിട്ട് ഇപ്പം സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും അപ്പുറത്തെ ഭാഗത്ത്, അതായത് വലതുവശത്തേക്കോട്ട് വണ്ടി വരുന്നുണ്ടോ നോക്കുക. വണ്ടി ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കയറുമ്പോൾ, ഞാൻ ഇതാ കയറുന്ന പോലെ സൈഡിലെ വരയില്ലേ, വെള്ള കളറിലെ വര കാണുന്നില്ലേ, അതുപോലെ സൈഡിലായിട്ട്, ഞാനിപ്പോൾ പോകുന്നത് സൈഡിലായിട്ടാണ്. അപ്പം എത്രയോ പേർക്ക് പോകാനുള്ള സ്ഥലം അപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ അവർ സ്പീഡിൽ പോകുന്നവർ പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ സൈഡിലായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നിങ്ങളിങ്ങനെ പോവുക. മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടതുവശത്താണെങ്കിൽ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റും. പക്ഷെ വലതുവശത്തോട്ടാണെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നിങ്ങൾ വലതുവശത്തേക്ക് എന്താ പറയുക, ക്രോസ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ വലതുവശത്തേക്ക് ക്രോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇടതുവശത്താണ് ക്രോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് വളരെ എളുപ്പമാണ്, കാരണം ഇടതുവശത്തേക്കാണല്ലോ തിരിയുന്നത്. നിങ്ങൾ വലതുവശത്തേക്ക് തിരിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താമെന്നല്ല കേട്ടോ, വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. 5 സെക്കൻഡ്, മിനിറ്റ് അല്ല 5 സെക്കൻഡ്. എന്നിട്ട് നിങ്ങൾ വലതുവശത്തേക്ക് പോവുക. അതും വലതുവശത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കണ്ണാടിയിലൂടെ ബാക്ക് സൈഡിൽ അടുത്ത് അതായത് നിങ്ങൾ പോകുന്ന സ്കൂട്ടിയുടെ അടുത്തായിട്ട് വണ്ടി വരുന്നുണ്ടോ നോക്കുക. അടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലതുവശത്തേക്ക് എന്താ പറയുക, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. പിന്നെ നിങ്ങൾ ടൗണിലൊക്കെ 1 വേ ആയിരിക്കുമല്ലോ. 1 വേ അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ടേൺ ചെയ്യുമ്പോൾ ഈ സാധാരണ എല്ലാ ടൗണിലും 1 വേ ആയിരിക്കും. പക്ഷെ അല്ലാത്തടത്ത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടേൺ ചെയ്യുക. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതാണ്. അപ്പോൾ ബാക്കിലുള്ള വരുന്ന വണ്ടി ശ്രദ്ധിക്കും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ തിരിയുമ്പോഴും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇത് എല്ലാവരും എന്താ പറയുക, ശ്രദ്ധിക്കണം എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കഷ്ടകാലത്തിന് അവർ ശ്രദ്ധിക്കാതെ നമ്മളെ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പ്രശ്നമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിലൂടെ നോക്കുക, എന്നിട്ട് നിങ്ങൾ ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആരും ടൗണിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ എല്ലാം നടന്നിട്ട് പോകരുത്. എല്ലാവരും വേണ്ട സ്ഥലത്തേക്ക് ടൂ വീലറും കൊണ്ടുപോവുക. എന്നിട്ട് വേണ്ടതെല്ലാം വാങ്ങുക. എന്നിട്ട് ടൂ വീലർ അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് വരിക. ഓക്കെ, എല്ലാവരും അങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞു വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നുമല്ല. ഞാൻ പിന്നെ വലിച്ച് നീട്ടി കാര്യങ്ങൾ പറയുന്നൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവർ എങ്ങനെയാണെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.